കലാപരമായ കഴിവുകളുള്ളവർ ഏറെ അനുഗ്രഹീതരാണ്. കലാപരമായ കഴിവുകൾ പ്രകടമാക്കുന്നവർ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരാവുന്നതും ഇതേ കാരണത്താലാണ്. ഇപ്പോൾ നമുക്കൊരു പ്രതിഭയെ പരിചയപ്പെടാം. കാണാം സല്ലാപം. സല്ലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഒരു കരിയർ വുമൺ ആണ്. അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് എ ഭരതനാട്യം ഡാൻസർ. ലെറ്റ് മീ വെൽക്കം മിസ്സസ് പത്മ മേനൻ. നമസ്കാരം പത്മ. നമസ്കാരം. ഞാൻ ഭരതനാട്യം ഡാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരുപാട് ഡാൻസ് ഫോംസ് പഠിക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് ഭരതനാട്യത്തിന് വേണ്ടിയിട്ടാണ്. ഒപ്പം ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് ജാഗ്വറിൽ. ഇവിടെ ഈ ഒരു വേദിയിൽ എത്തിയതിനു ശേഷം ഞാൻ ഈ സല്ലാപം എന്ന് പറഞ്ഞ സെഗ്മെന്റിൽ ഒരുപാട് സ്ത്രീകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഈ പറയുന്ന പത്മയെ പോലെ ആർട്ടും ഒരു കരിയറും കൂടെ ക്ലബ് ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകളുണ്ട്. എല്ലാവരിലും കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം കോൺഫിഡൻസ് ആണ്. അവർക്ക് അവരിലുള്ള ഒരു ആത്മവിശ്വാസം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ഒരു മൊമെന്റിലാണ് രണ്ടും കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം പ്രത്യേകിച്ചും ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡിക്ക് കിട്ടുന്നത്. അതർവൈസ് നമുക്ക് എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസ് കുറച്ച് കമ്മിയാണ്. സോ പത്മയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഡിസൈഡിങ് ഒരു മൊമെന്റ് വേണ്ടി വന്നു. അതും പത്മയ്ക്ക് ഇതെല്ലാം, അതായത് ഞാൻ നാളെ ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഞാൻ ഇനി ഒരു ജോലി ചെയ്താലും എനിക്ക് എൻ്റെ കൂടെ ഡാൻസ് ജീവിതത്തിലുടനീളം വേണം എന്ന് ആദ്യമേ ഒരു ഒരു ഡിസിഷൻ മനസ്സിലെടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ഡാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഡാൻസറാണ് അതിന് വേണ്ടിയിട്ടോ ഒന്നും തന്നെയല്ല. അത് ഓരോരുത്തർക്ക് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഓരോ കഴിവാണ്. അതിന് നമ്മൾ ഇന്ന പോലെ ഡാൻസ് പഠിക്കണം അല്ലെങ്കിൽ ഇന്ന ഫേമസ് ആയിട്ടുള്ളൊരു ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചാലേ ഡാൻസർ ആവുള്ളൂ. അതൊക്കെ ഓരോരുത്തർക്ക് ഇൻബോൺ ആയിട്ട് കിട്ടണം. അങ്ങനെ എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ ഒരു ഫീല് എന്ന് വെച്ചാൽ ഡാൻസിങ് എന്ന് പറയുമ്പോൾ തന്നെ ദൈവികമായിട്ടുള്ളൊരു ഫീലാണ്. അപ്പോൾ അത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ലൈഫിൽ നിന്ന് പോകരുത് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കല്യാണം അതിനൊരു തടസ്സമാകരുതെന്നും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മീഡിയ പേഴ്സൺ തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ് ന്യൂസ് റീഡറാണ്. റിപ്പോർട്ടർ ന്യൂസ് ചാനലിലാണ്. അപ്പോൾ പുള്ളി ഒരിക്കലും ഒരു തടസ്സം ഇതുവരെ നിന്നിട്ടില്ല. അതായത് വൾഗറാവാത്ത രീതിയിലും അതുപോലെ ദൈവികമായിട്ടുള്ള എല്ലാ ആർട്ട് ഫോംസും പറഞ്ഞ പോലെ ഭരതനാട്യം ആവട്ടെ, മോഹിനിയാട്ടമാവട്ടെ, അതൊരു നോ പറയില്ല. അതുകൊണ്ട് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ശരി. പത്മയെ ഒരു ഡാൻസർ എന്നുള്ള രീതിയിൽ ഗുരുസിനെ അവർക്ക് അവരുടെ ലൈഫിന്റെ തന്നെ ഒരു വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്. ഏതൊരു കലാകാരനായാലും ശരി, പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിലും ശരി, ഡാൻസ് ടീച്ചേഴ്സ് ആണെങ്കിലും ഒരുപാട് ഇമോഷണലി നമ്മൾ അവരുടെ അടുത്ത് അറ്റാച്ച്ഡ് ആയിരിക്കും. പത്മയുടെ ഗുരുസിനെ പറ്റി പറയും. എൻ്റെ ഗുരു ഇതിൽ ഈ ഇതിൻ്റെ അടുത്ത ഈ ശ്ലോകം കഴിഞ്ഞ് അടുത്ത നമ്മൾ ഇപ്പം ഏതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആൻസറാണ്. അപ്പോൾ അങ്ങനെ അച്ഛനായാലും അമ്മയായാലും ചെറുപ്പം മുതലേ ഇതിനോട് താല്പര്യം ഉള്ള കൂട്ടത്തിലായിരുന്നു. അച്ഛൻ പഠിപ്പിച്ചു തന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ടീച്ചിങ് കേപ്പബിലിറ്റീസ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അതൊരു ടാലന്റ് തന്നെയാണ്. പത്മയ്ക്കുണ്ടോ അത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടോ? സത്യമാണ് പറഞ്ഞത്. അതായത് നല്ല പെർഫോമേഴ്സ് ചിലപ്പോൾ നല്ല ടീച്ചേഴ്സ് ആവില്ല. നല്ല ടീച്ചേഴ്സ് പെർഫോമേഴ്സ് ആകും, ഒരുപാടുണ്ട്. പക്ഷെ എല്ലാവരും ക്രൗഡിന്റെ ഫേവറേറ്റ് ആവണമെന്നില്ല. അങ്ങനെ ആവണമെന്നും ഇല്ല. അപ്പോൾ ഞാൻ പഠിപ്പിച്ചിരുന്നു ഡിഗ്രി ടൈമിൽ 4-5 കുട്ടികൾക്ക് ക്ലാസ് സമയം ഉണ്ടായിരുന്നപ്പം. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ അന്നൊന്നും ഈ ഡിഗ്രി ടൈമിലൊന്നും ആധികാരികമായിട്ട് നമുക്കറിയില്ല സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കാനൊന്നും എനിക്ക് വലിയതുണ്ടായിരുന്നില്ല. അതിനുശേഷം